നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അമിത്ഷായുടെ കിങ്കരന്മാരുടെയും അതിമോഹം അസ്ഥാനത്താവാൻ പോവുകയാണ്. BJPയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിതിൻ നബീനെ കൊണ്ടുവന്നത് തന്നെ പാവ രീതിയിലേക്ക്, അതായത് ഒരു പപ്പറ്റിനെ പോലെ ഒബീഡിയൻ്റായി നിൽക്കാൻ വേണ്ടിയാണ് ആ ചെറുപ്പക്കാരനെ ആ സ്ഥാനത്ത് അവരോധിച്ചത്. ബാക്ക് സീറ്റിൽ ഇരുന്നു കൊണ്ട് അമിത്ഷായുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക, അതിൽ നിന്നാണ് വിട മാറാൻ പാടില്ല. എന്നാൽ നിതിൻ നബീൻ കാര്യങ്ങൾ മാറ്റി എഴുതാൻ പോവുകയാണ്. ഒരു പരിധിവരെ നിതിൻ നബീൻ അമിത്ഷായുടെ പിടിയിലല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. ടേം കണ്ടീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കൃത്യമായ നിർദ്ദേശങ്ങൾ BJP നൽകാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് പ്രധാനമന്ത്രി സ്ഥാനത്ത് 3 ടേം തുടർച്ചയായി പൂർത്തീകരിക്കാൻ നരേന്ദ്രമോദിക്ക് ഒരുപക്ഷെ സാധിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ നിതിൻ നബീൻ കാരണമാകും. ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ BJPയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും എന്തുകൊണ്ട് നിതിൻ നബീനെ ആക്കി എന്നതിന് വളരെ വ്യക്തമായ ഉത്തരമുണ്ട്. അമിത്ഷായെ അനുസരിക്കാനോ അമിത്ഷായുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനോ ഗഡ്കരിയെ പോലെ മുതിർന്ന ഒരു നേതാവ് തയ്യാറാകില്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആവശ്യം അവരെ അനുസരിക്കുന്ന അനുസരണശീലമുള്ള ഒരു വ്യക്തിയെ, താരതമ്യേന ചെറുപ്പക്കാരായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം. നിതിൻ നബീനെ ആദ്യമായി കൃത്യമായി BJPയുടെ ആസ്ഥാനത്ത് നിന്നും പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്ന ചടങ്ങിൽ തന്നെ അദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സൈഡാക്കാൻ വേണ്ടി ശ്രമിച്ച ചില ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായത് നമ്മൾ കണ്ടതാണ്. ഏതായാലും നിതിൻ നബീൻ കൃത്യമായി കണക്കൂട്ടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ദേശീയ സെക്രട്ടറിമാരെ നിയമിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അമിത്ഷായോടോ മോദിയോടോ ആലോചിക്കാതെ BJP മറ്റു വഴികൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ചൊടിപ്പായി ഇപ്പോൾ നിലനിൽക്കുന്നത്. അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അനുസരിക്കാൻ വിമുഖത കാണിക്കുന്നവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയോ അല്ലെങ്കിൽ ആ വ്യക്തിയെ അപ്രധാന സ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങളെല്ലാം റദ്ദാക്കി കളയുകയോ ചെയ്യും. ഉദാഹരണത്തിന് അമിത്ഷായെ അനുസരിക്കാത്ത പല നേതാക്കളെയും അല്ലെങ്കിൽ നരേന്ദ്രമോദി അനുസരിക്കാത്ത നേതാക്കളെയും അതിന് എത്ര വലിയ കുടികൊണ്ട നേതാവായിരുന്നാലും ആ വ്യക്തിയെ BJPയിൽ നിന്നും ഒന്നുമല്ലാതാക്കുന്ന തഴയുന്ന ഒരു സമീപനം 2014 മുതലേ അവലംബിച്ചതാണ്. LK അദ്വാനിയും മുരളീ മനോഹർ ജോഷിയും അടക്കമുള്ളവർക്ക് ഈ രീതിയിൽ വലിയ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതൊരു രഹസ്യ ഗൂഢ സ്വഭാവമാണ്. എന്നാൽ നിതിൻ നബീൻ അങ്ങനെ ഒരു റിവോൾട്ട് തുടങ്ങിയാൽ നിതിൻ നബീനെ കൈകാര്യം ചെയ്യാനും തയ്യാറായി നിൽക്കുന്ന സ്ഥിതിഗതിയാണ്. ചുരുക്കി പറഞ്ഞാൽ പാർട്ടിയിൽ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു.